ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറേ ദിവസങ്ങൾ കൂടി നമ്മൾ വീണ്ടും വീഡിയോ ഇട്ട് കേട്ടോ. അന്നേരം രാവിലെ തന്നെ നമ്മളൊരു ചായയൊക്കെ വെച്ചു, ചായയൊക്കെ തിളച്ചു. പിന്നെ എനിക്ക് നല്ല കടുപ്പം വേണം, അതുകൊണ്ടാണ് ഈ തേയിലപ്പൊടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കേണ്ട. അന്നേരം രാവിലെ തന്നെ നമുക്കൊരു ചായ കുടിക്കാതെ ഒരു ഉന്മേഷമൊന്നും വരത്തില്ല. രാവിലെ ഭയങ്കര ചൂട് തുടങ്ങിയിരിക്കുവാണ്. അന്നേരം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ നമ്മുടെ മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ. അന്നേരം മിറ്റം അടിച്ച് കഴിഞ്ഞ് ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. അന്നേരം ഇന്ന് നമുക്ക് കാപ്പിക്ക് റാഗി പൊടി കൊണ്ട് റാഗി പുട്ടില്ലേ, നമ്മുടെ പൊടിയല്ല, റാഗിയുടെ പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് പെട്ടെന്നാണ്. ഞാൻ അപ്പച്ചെമ്പിനകത്ത് വെച്ച് ആവി കയറ്റിയെടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഓരോ പുട്ടും ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാൻ വേണ്ടി ഈ ചൂട് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉണ്ടാക്കിയാലും മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അന്നേരം റാഗിയുടെ പുട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അതിന് കറിയൊന്നും വേണ്ട, വെറുതെ നമുക്ക് കഴിക്കാവുന്ന പഞ്ചസാരയും പഴവും ഇട്ട് കഴിക്കും കേട്ടോ. അന്നേരം പഴം ഇരിപ്പുണ്ട്. അങ്ങനെ മിറ്റമൊക്കെ അടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. മിറ്റമെല്ലാം അടിച്ച് കഴിഞ്ഞ് കയറുമ്പോഴത്തേന് നമുക്ക് ചൂട് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. കുറേ നേരം ഇരുന്നൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കി പണിയൊക്കെ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഓരോ പണി ചെയ്ത് കഴിഞ്ഞും കുറച്ച് നേരം ഫാനിൻ്റെ അടിയിൽ പോയിരിക്കും. അതുപോലെ ചൂടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ അവിടെ ഇത്രയും ചൂടുണ്ടോ എന്ന് പറയണം കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടാണ്. അങ്ങനെ നമ്മുടെ മിറ്റവടിയൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുവാണ്. നല്ല ഇലകളാണ് ഇവിടെ കേട്ടോ. നമ്മുടെ ഓലോലിയുടെയും മാവിൻ്റെയും ഒക്കെ നല്ല ഇലകളാണ്. അത് രാവിലെ തന്നെ തൂത്ത് കൂട്ടിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനവും ഇല്ല. അങ്ങനെ അത് തൂത്ത് ഞാൻ തീ ഇടും രാവിലെ തന്നെ. പിന്നെ വൈകിട്ടും തൂക്കും കേട്ടോ. വൈകിട്ട് ഞാൻ മിക്കവാറും ഒക്കെ തൂക്കും, എന്നും തൂക്കത്തില്ല. അന്നേരം വൈകിട്ട് തൂത്തില്ലെങ്കിൽ ഭയങ്കര ചപ്പാണ് രാവിലെ. അങ്ങനെ തൂത്തുപാരും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം കാറ്റത്തിരുന്ന് കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാണ് പിന്നെ പുട്ടുണ്ടാക്കാനായിട്ട് കയറിയത്. ഇത് നമ്മുടെ പുട്ടാണ് കേട്ടോ. ഞാൻ അന്നേരം എളുപ്പത്തിന് ഈ പുട്ട് നനച്ച് തേങ്ങായും തിരുമ്മി ഇങ്ങനെ അപ്പച്ചെമ്പിനകത്ത് വെച്ച് ആവി കയറ്റിയെടുത്തു. അന്നേരം പെട്ടെന്ന് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കുറേ ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ കോഴി മുട്ടയിടുന്ന ഷെഡാണിത്. പിന്നെ കോഴി മുട്ടയിട്ടിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഞാൻ അവിടെ അരി ഇടാൻ വേണ്ടി നമ്മുടെ അടുപ്പ് പുറകിലല്ലേ, അങ്ങോട്ട് ചെന്നപ്പോഴാണ് കോഴിയുടെ ഈ സൗണ്ട് കേട്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയപ്പം വീഡിയോ എടുത്താണ് കേട്ടോ. അന്നേരം നമ്മൾ ഈ വിറകൊക്കെ ഉള്ളതുകൊണ്ട് പുറകിലത്തെ അടുപ്പിൽ തന്നെ വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അവിടെ കിടന്ന് ഇതൊക്കെ വെന്തോളുമല്ലോ. അന്നേരം പിന്നെ നമുക്ക് കറി വയ്ക്കാനായിട്ട് അടുക്കളയിലോട്ട് ഇനിയും കയറിയാൽ മതി. അടുക്കളയിൽ ഈ തീ ആണെങ്കിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. അടുക്കളയിൽ നിൽക്കാൻ പറ്റത്തില്ല തീയുടെ ചൂട് കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പുറകിലോട്ട് കൊണ്ട് അരി ഇട്ട് കൊടുത്തത്. ഇനി അവിടെ തൊണ്ടൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടന്ന് വെന്തോളും. വേവുള്ള അരിയാണല്ലോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കമൻ്റ് ഒരുപാട് എനിക്ക് വന്നായിരുന്നു, പിന്നെ ചാനൽ നിർത്തല്ലെന്നും പറഞ്ഞ്. ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് ചാനൽ നിർത്തത്തില്ല. കാരണം ചാനൽ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാവരും എന്നെ മറക്കുമല്ലോ. കാരണം നമ്മൾ ഈ യൂട്യൂബ് ചാനലുള്ളത് കൊണ്ടാണ് കമൻ്റ് ഇടുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കാണുന്നതും ഒക്കെ. പക്ഷേ നമ്മൾ യൂട്യൂബ് ചാനൽ നിർത്തുവാണെങ്കിൽ നിങ്ങളുടെ ഒന്നും കമൻറ്റുകൾ എനിക്ക് വരുത്തുമില്ല. സാധാരണ എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ. അന്നേരം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അന്നേരം കണ്ടൻറ്റൊക്കെ നമ്മുടെ ഇത് തന്നെയാണ്. അന്നേരം നമുക്ക് ഇന്ന് മത്തിയാണ് കിട്ടിയിരിക്കുന്നത്, വലിയ മത്തിയാണ് കേട്ടോ. അന്നേരം മത്തിയൊക്കെ വെട്ടി കറി വെക്കണം. പിന്നെ ബീൻസാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്. അന്നേരം ബീൻസ് തോരനും വെക്കണം കേട്ടോ. ഇന്ന് നമ്മുടെ കറി ഇതാണ്. പിന്നെ നമ്മുടെ ഒരു വയലറ്റ് കളറ് ചെടി പൂവ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചു. അന്നേരം ഒരുപാട് പേര് എന്നോട് ചോദിച്ചു കേട്ടോ, ബീന അതിൻ്റെ ഒരു തണ്ട് തരാമോ എന്നും ചോദിച്ച്. തരാം, തീർച്ചയായിട്ടും തരാം കേട്ടോ. അന്നേരം എനിക്ക് നമ്മുടെ ഷെസ്റ്റെക്ക് പറഞ്ഞായിരുന്നു ഷിപ്പിംഗ് ചാർജൊക്കെ തരാം. എന്നാൽ എനിക്ക് ഷിപ്പിംഗ് ചാർജ് ഒന്നും വേണ്ട. നിങ്ങളുടെ അഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആ ചെടിയുടെ തണ്ട് അയച്ചു തരാം കേട്ടോ. അന്നേരം അഡ്രസ്സ് മാത്രം തന്നാൽ മതി. പിന്നെ ആ ചെടി എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ട് വെച്ചതാണേ. ഒരു തണ്ട് വെച്ചതാണ്. അത് ഇങ്ങനെ പടർന്ന് അങ്ങ് കയറി നല്ല രസമാണ് അതിൻ്റെ പൂവിൻ്റെ കളറ്. ഒരുപാട് പേർക്ക് ആ കളറും പൂവും ചെടിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു നമ്മുടെ ഫ്ലവേഴ്സ് അതിൻ്റെ പൂവുണ്ടാക്കി ചാനലിൽ കാണിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞാൻ അയച്ചു തരാം.
പിന്നെ നമ്മൾ ചാനൽ നിർത്തുവാന്നും പറഞ്ഞ് നമ്മുടെ ഇന്ദിര ചേച്ചി കുറേ എഴുതിയിട്ടിട്ടുണ്ട്. വീണ ചാനൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ എന്ത് ചെയ്യും, നീ ചാനൽ നിർത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ് ചെയ്ത് കേട്ടോ. അന്നേരം നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഇന്ദിര ചേച്ചിയൊക്കെ എനിക്കറിയത്തില്ല, എന്നെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ചേച്ചിയൊക്കെ ശരിക്കും യൂട്യൂബിൽ കാണുന്ന ചാനൽ എൻ്റെ ആണെന്നാണ് പറയുന്നത്. വേറെ ഒരു വീഡിയോയും കാണത്തില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സ്നേഹിക്കുന്ന നിങ്ങളെയൊക്കെ ചാനൽ നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് കാണുന്നത്? അതുകൊണ്ട് നമ്മുടെ ഈ വീട്ടുവിശേഷങ്ങൾ തന്നെ സാധാരണക്കാരിയായ വീട്ടമ്മയുടെ ജീവിതമാണ് നമ്മുടെ ഈ വീഡിയോയിൽ കൂടി കാണുന്നത്. അന്നേരം നമ്മുടെ വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത് അതാണ് നമ്മുടെ വീഡിയോയിൽ കാണുന്നത്. ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കാണിക്കുന്നത്. അതൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അന്നേരം എന്നും വീഡിയോ ഇടാൻ എനിക്കിപ്പോൾ ഈ ചൂട് സമയത്തൊന്നും പറ്റത്തില്ല. കാരണം നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോ ഇടുന്നവർക്കറിയാം. അതൊക്കെ ബെറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പിന്നെ നമുക്ക് യൂട്യൂബ് നടത്തിക്കൊണ്ട് പോകുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. എല്ലാം ഒരു ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുമ്പോൾ എന്നും വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്നും വീഡിയോ പ്രതീക്ഷിക്കരുത്. എനിക്ക് കമൻറ്റ് വന്നായിരുന്നു എന്നും വീഡിയോ ഇടണമെന്നും പറഞ്ഞ്. ചൂടും സഹിക്കാൻ വയ്യ കേട്ടോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്തിട്ട് ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചാണ് ഇപ്പം നമ്മൾ ജോലികൾ ചെയ്യുന്നത്, അടുക്കളയിലെ ജോലികൾ ചെയ്യുന്നത് കേട്ടോ. അന്നേരം വീണ്ടും നമ്മുടെ ചൂടൊക്കെ കുറയുമ്പം നമുക്ക് ഒന്നര വിട്ട് ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. പിന്നെ നമ്മുടെ മീൻകറിയൊക്കെ സാധാരണ പോലെ തന്നെ വെച്ചിട്ടുണ്ട്. വലിയ മത്തി ആയതുകൊണ്ട് ഞാനത് ഇങ്ങനെ കറി വെച്ച് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഈ മത്തിക്കറി വെക്കുന്നത്. അതുപോലെ തന്നെ ബീൻസൊക്കെ അരിഞ്ഞു, സവാളയൊക്കെ കൊത്തി അരിഞ്ഞ് തേങ്ങാപ്പീരയും ജീരകം വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ച് കൈകൊണ്ട് ചേർത്ത് ഞെരടി എടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കടുകും വറ്റൽമുളകും എൻ്റെ കയ്യിലില്ല. കടുകിട്ട് പൊട്ടിച്ചിട്ട് ഞാനിത് തോരനുള്ളത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ തോരനും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. മോരുണ്ട് നമുക്ക്, പിന്നെ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ ഇരിപ്പുണ്ട്. ഇതൊക്കെ മതിയല്ലോ അല്ലേ? ഇപ്പം തന്നെ നമ്മൾ ഒരു പരുവായി ചൂട് കൂടിയിട്ട്. അതുകൊണ്ട് ഒത്തിരി നേരം ഇതിനകത്ത് നിൽക്കാനും പറ്റത്തില്ല. നമ്മുടെ ചോറൊക്കെ ഈ സമയത്ത് പുറത്തേ വേകാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അന്നേരം ഞാൻ ടിനോപ്പന് ഉള്ള ചോറൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പൂസിന് ഇപ്പം വേണ്ടെന്ന് പറഞ്ഞു. എനിക്കിനിയും കുറേ തുണി കഴുകാനുണ്ട്. അന്നേരം വെയിലായതുകൊണ്ട് ഞാൻ തുണി കഴുകാൻ ഇറങ്ങിയില്ലായിരുന്നു കേട്ടോ. അന്നേരം അവർക്ക് ചോറ് കൊടുത്തിട്ട് പോയി തുണി കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ബീൻസ് തോരനും മത്തിക്കറിയും മോരും അച്ചാറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ കഴിക്കട്ടെ. ഈ സമയം നമുക്ക് തുണികളൊക്കെ കഴുകാൻ വേണ്ടി പോകാം. അന്നേരം കഴിഞ്ഞ ദിവസം വൈകിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് താലം ഉണ്ടായിരുന്നു കേട്ടോ, അമ്പലത്തിലേക്ക്. അന്നേരം നമ്മുടെ അപ്പൂസുകുട്ടൻ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ ഇവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവരൊക്കെ കാണുക. എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ കുറച്ച് കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാൻ വരാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല, കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് കാണാത്ത കൂട്ടുകാരുടെ എല്ലാം വീഡിയോ ഞാൻ ഇനിയിപ്പം കണ്ടു തരാം. ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ തുണികളൊക്കെ അലക്കി വിരിച്ചു. ഇനിയിപ്പം ഞാൻ പോയി കുളിച്ച് ചോറ് കഴിച്ച് കുറച്ച് നേരമൊക്കെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റൊക്കെ നോക്കി അതിൻ്റെ റിപ്ലൈ ഒക്കെ തന്ന് കുറച്ച് കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ കണ്ടു കൊടുക്കും കേട്ടോ. ഞാൻ ചാനൽ തുടങ്ങിയ നാൾ മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവരെയൊക്കെ തിരിച്ച് ഞാൻ എന്നും സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് അവരുടെ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത്. അന്നേരം എൻ്റെ കൂട്ടുകാരെ എല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യും കേട്ടോ. അന്നേരം നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സിൻ്റെ കുറച്ച് പേരുടെ വീഡിയോ ഞാൻ കണ്ടു കൊടുക്കും. അവരെൻ്റെ വീഡിയോയും കാണുന്നതാണ്. അന്നേരം അതൊക്കെ ഞാൻ ഉച്ച കഴിഞ്ഞിരുന്ന സമയത്താണ് കാണുന്നത് കേട്ടോ, ഫ്രീ ആയിട്ടിരിക്കുമ്പം. പിന്നെ കുറച്ച് ദിവസം ബിസി ആയിരുന്നു. അങ്ങനെ നമ്മുടെ തുണികളെല്ലാം നനച്ച് വിരിച്ചു. ഇനി നമുക്ക് വീഡിയോ കാണാം കേട്ടോ.
മുടി ഉണ്ടായിരുന്നു മുട്ട അടിച്ചു